ഹലോ ഗെയ്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നതേ നമ്മുടെ വയറ് കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും തടി കുറക്കാനും പറ്റുന്ന നല്ല ടിപ്സായിട്ടാട്ടോ. രാവിലെ വെറും വയറ്റിലത് കഴിച്ചാലേ 7 ദിവസം കൊണ്ട് തന്നെ നല്ല ഫലം ഉണ്ടാവും കേട്ടോ. അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാട്ടോ. കുറച്ച് ചെറുനാരങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ ജീരകം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒപ്പം കഴിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് കഴിക്കട്ടോ. ഞാൻ രണ്ടും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാട്ടോ അത്. നമ്മുടെ ശരീരത്തിൻ്റെ ടോൺസൻസൊക്കെ കുറക്കാനും ഷുഗർ കൺട്രോളും കൊളസ്ട്രോളൊക്കെ കുറക്കാനൊക്കെ നല്ലതാട്ടോ. ഒരു ഹെൽത്തിയുമാണ് ഈ സാധനം. വയറ്റിലുണ്ടാവുന്ന എല്ലാ അസുഖങ്ങളും കുറക്കൂട്ടോ. വയറിനൊക്കെ നല്ല സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങളൊന്ന് കുടിച്ച് നോക്കിയാൽ 7 ദിവസം നല്ല റിസൾട്ടാട്ടോ. ഞാൻ കുടിച്ചിട്ട് റിസൾട്ട് ഇട്ടതാണ്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ചൂടാക്കി കഴിച്ചാട്ടോ. എല്ലാവരും തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കാൻ നോക്കണം, അപ്പോഴതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ 7 ദിവസം കഴിച്ച് നോക്കി, നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. കൊഴുപ്പില്ല ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇറച്ചി, ഓയിലി ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ നിങ്ങളൊരു 7 ദിവസം അത് കഴിച്ച് നോക്കി. നമ്മൾ ചാടിയ വയറും ഒക്കെ പോകും കേട്ടോ. ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, വയറിനൊക്കെ നല്ല ഇത് കിട്ടും, സുഖം കിട്ടും. ഒരല്പം തേനും കൂടിയും ചേർക്കണ്ടോ ഇതിൽ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി നട്ടോ കഴിക്കണത്. രാത്രി ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ തിളപ്പിച്ചൊക്കെ വെക്കുമ്പോഴേ അതിൻ്റെ എല്ലാ സത്വമായിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ രാവിലെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വെറും വയറ്റിൽ തന്നെ കഴിക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി ഒപ്പം കഴിക്കരുത്, ഇത് ഓരോന്നും ഓരോ ദിവസം കഴിക്കേണ്ടതാട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ചെറുനാരങ്ങൻ്റെ ഒരു മുറി ചെറുനാരങ്ങയായിട്ട് എടുക്കണുള്ളൂ. അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക്. ഈ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ഒരു ഗ്ലാസ്സിലേക്കോ ഒരു പാത്രത്തിലേക്കോ പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലിയാണ് നമുക്ക് ആവശ്യം കേട്ടോ. തൊലി മതി. ആ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടേ നമുക്കിതിൻ്റെ തോലൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളെ വയറ്റിലുണ്ടാകുന്ന എല്ലാ ടോൺസൻസും ഒക്കെ പോകും കേട്ടോ. അത് കൊളസ്ട്രോളിലൊക്കെ കൊളസ്ട്രോൾ കുറക്കാനും തടിയും വയറും ഒക്കെ കുറക്കാൻ നല്ലതാട്ടോ. ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്ന ടിപ്സാണ്. ഇത് കഴിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടാട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് ചെറുതായി നമുക്ക് കട്ട് ചെയ്തിട്ടേ 2 ഗ്ലാസ് ഒരു കറുകപ്പട്ടൻ്റെ പൊട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അത്ര മതി. ചെറിയൊരു കറുകപ്പട്ട, ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണവും, ഇത് മാത്രം മതി ഇതിൽ കേട്ടോ. ഈ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടേ ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് ചെറുതായിട്ട് 1 ഗ്ലാസ് ആക്കണം കേട്ടോ. ഇതൊക്കെ രാത്രി ഉണ്ടാക്കി വെക്കണം, ഇത് രാവിലെ നമുക്ക് കഴിക്കാം ചെറുതായി ചൂടാക്കിയിട്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളച്ചിട്ട് 1 ഗ്ലാസ് ആണ്. അപ്പോഴേ അതിൻ്റെ സത്തൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് അടച്ചു വെച്ചാണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ 7 ദിവസം കഴിച്ച് നോക്കി, കൂടെ വയറും കൊളസ്ട്രോളൊക്കെ കുറയും, തടിയൊക്കെ കുറയട്ടോ. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഭക്ഷണം കൂടി കൺട്രോൾ ചെയ്യണം കേട്ടോ. ഓയിലി ഫുഡും ബീഫ് അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ അതൊന്ന് 7 ദിവസം കഴിച്ച് നോക്കി, നല്ല റിസൾട്ടാട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോഴേ 1 ഗ്ലാസ് ആക്കിയിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കാനുള്ള കേട്ടോ. രാവിലെ ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. രാത്രി ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ ആയി ഇറങ്ങിയിട്ട് നല്ലൊരു ഫലം കിട്ടും അതിന്. അങ്ങനെ ഇതൊക്കെ തിളച്ച് 2 ഗ്ലാസ് 1 ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് ജീരക വെള്ളം കൂടി ഉണ്ടാക്കി നോക്കാം. രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ഒപ്പം കഴിക്കരുത്, രണ്ടും 2 ദിവസം കഴിച്ചിട്ട് കഴിക്കാനുള്ള കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്തതെന്നാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളച്ച് നല്ലോണം തിളച്ച് 1 ഗ്ലാസ് ആയിക്കണം കേട്ടോ. 1 ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇത് എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് അരിച്ചങ്ങാണ്ട് ഒഴിച്ചാൽ മതി. ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നേരം വെക്കോളത്തിനെ വെച്ചാൽ കുറേ സമയം വെക്കുമ്പോൾ അത് നല്ലോണം ഇറങ്ങി വരുമായിരിക്കും. ഇനി നമുക്ക് ജീരക വെള്ളം ഉണ്ടാക്കട്ടോ. അടുത്തത് ജീരക വെള്ളമാണ്. ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഇട്ടുന്നുള്ളൂ. 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം അതേമാതിരി വെച്ചിട്ട് 1 ഗ്ലാസ് ആക്കണം കേട്ടോ. അതിൽക്കും തന്നെ ചെറിയൊരു കറുകപ്പട്ടി
ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം, ചെറിയൊരു കറുകപ്പട്ടൻ്റെ കഷ്ണം ഇട്ടോ. കറുകപ്പട്ട നല്ലൊരു ഇതാട്ടോ. അങ്ങനെ അത് അടച്ച് വെച്ചുകൊണ്ട് നല്ലോണം തിളപ്പിച്ചുകൊണ്ട് ചെറിയ തീയിൽ വേവിച്ച് 2 ഗ്ലാസ് 1 ഗ്ലാസ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതും തന്നെ നല്ലോണം തിളച്ചൊരു ഗ്ലാസ് ആയിട്ടുണ്ട്. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതിലൊരു ടിപ്സും കൂടി ചേർക്കാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 2 വെള്ളവും ജീരക വെള്ളവും നാരങ്ങ വെള്ളവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ പറയേക്ക്. കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് തേനും കൂടി ചേർത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തേനും കൂടി ചേർക്കുമ്പോൾ നല്ല റിസൾട്ടാട്ടോ. തേനും കൂടി ചേർക്കണം, അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ടേ 2 ഒപ്പം കഴിക്കിയത് 2 ദിവസം കഴിക്കാനുള്ളതാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ 2ൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചു തന്നാണ്. കുറച്ച് ചെറുതേന ഒഴിച്ചട്ടോ. ചെറുതേന എന്ത് തേന വീട്ടിലില്ല, അതിപ്പോൾ ചെറുതേനാണ്. ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കണത്. ഒഴിച്ചോളി. അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. 100% ഉറപ്പാട്ടത് ഉണ്ടാകും. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.